ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ ഫോട്ടോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചതിൽ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യന്റെ വീട്ടിൽ പോലീസ് പരിശോധന. അല്പസമയത്തിനകം സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുക്കുമെന്നും വിവരങ്ങൾ. അനീസ് അലി വിശദാംശങ്ങൾ നൽകും. അനീസ്, അതൊരു AI ഫോട്ടോയായിരുന്നു എന്ന കാര്യത്തിൽ പല കോണുകളിൽ നിന്ന് സ്ഥിരീകരിച്ച വിവരങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ തന്നെ സുബ്രഹ്മണ്യൻ അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുക്കാൻ വന്നിരിക്കുന്നു. സുബ്രഹ്മണ്യൻ KPCCയുടെ മുതിർന്ന നേതാവാണ്, കോഴിക്കോട്ടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നാണ്. എങ്ങനെയാണ് ഈ നടപടിയെ കോൺഗ്രസ് എടുക്കുന്നത് കാണുന്നത്? കോൺഗ്രസ് എടുക്കുന്നതിന് മാത്രമല്ല, ഈ ഒരു നടപടിയിൽ കുറച്ച് ഒരു അനിതര സാധാരണമായ വേഗത ഈ വിഷയത്തിൽ കാണുന്നുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും സുബ്രഹ്മണ്യൻ പോറ്റിയോടൊപ്പം മുഖ്യമന്ത്രി നിൽക്കുന്ന ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു എന്ന കുറ്റത്തിനാണ് കലാപാഹ്വാനത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് കലാപാഹ്വാനമാവുക എന്ന തരത്തിലുള്ള നിയമവൃത്തങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം കസ്റ്റഡിയിലെടുക്കും. ഇപ്പോൾ കസ്റ്റഡി രേഖപ്പെടുത്തിയിട്ടില്ല. എന്തായാലും അദ്ദേഹത്തോട് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത് എത്താത്തതിനെ തുടർന്നാണ് പോലീസ് വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയത്. അദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് ഏറ്റവും അവസാനം പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് എൻ സുബ്രഹ്മണ്യൻ. അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു മാസം മുമ്പ് സമൂഹ മാധ്യമത്തിൽ BJP അധ്യക്ഷൻ പങ്കുവെച്ചൊരു ഫോട്ടോയാണിത്. അന്നൊരു കേസും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് പങ്കുവെച്ചത്. അതിനുശേഷം അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇതുകൊണ്ടൊന്നും മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം ഇല്ലാതാവില്ല. ഒരു AI ഫോട്ടോ വന്നു എന്നതിനർത്ഥം മറ്റെല്ലാ ഫോട്ടോകളും വ്യാജമാണ് എന്നല്ല. അവർ തമ്മിൽ നിൽക്കുന്ന ഫോട്ടോകൾ യഥാർത്ഥത്തിൽ തന്നെയുള്ള ഫോട്ടോകൾ ഉണ്ട്. അതുപോലെ തന്നെ ബന്ധങ്ങളുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ താൻ അടക്കം പുറത്തുവിടും. ആ വിവരങ്ങളെല്ലാം പുറത്തുവരും. എന്തായാലും ഇതുകൊണ്ടൊന്നും താൻ പിന്നോട്ട് പോകില്ല. പക്ഷെ താൻ പങ്കുവെച്ചത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചൊരു ഫോട്ടോ ആയിരുന്നു. അതുകൊണ്ട് അത് ഞാൻ പിൻവലിച്ചു. അതിന്റെ വസ്തുത ബോധ്യപ്പെട്ടപ്പോൾ അത് പിൻവലിച്ചു. അതിന് കലാപാഹ്വാനത്തിനൊക്കെ കേസെടുക്കുന്നതൊക്കെ മറ്റു പല ലക്ഷ്യങ്ങളോടെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഇന്നലെ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണം ഉണ്ടായത്. എന്തായാലും ഇന്നിപ്പോ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ പോവുകയാണ്. അല്പസമയത്തിനകം കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് മനസ്സിലാവുന്നത്. പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അരമണിക്കൂറോളമായി വീട്ടിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൈഫുദ്ദീൻ, ശരി, എന്തായാലും അല്പസമയത്തിനകം പോലീസ് എൻ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തേക്കാനുള്ള സാധ്യതയുണ്ട്. പോറ്റിയോട് മുഖ്യമന്ത്രി എന്തോ ഒരു സ്വകാര്യം പറയുന്ന പോലെയുള്ള ഒരു പടമാണത്. അത് പക്ഷെ നേരത്തെ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്ന പടമാണ്. അത് AI ആണെന്നറിയാതെയാണോ പങ്കുവെച്ചത്? നേരത്തെ സോഷ്യൽ മീഡിയ അത് കറങ്ങുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM സൈബർ ഹാൻഡിലുകൾക്കെതിരെ ഈ താഴെ കമന്റുകളായി നിരന്തരം ഞാൻ കുറെ ദിവസമായത് കാണുന്നുണ്ട്. ഇത് പക്ഷെ ഒരു മുതിർന്ന നേതാവ് അത് പങ്കുവെച്ചപ്പോ ഷെയർ ചെയ്തപ്പോ അതിനകത്തൊരു നടപടി വരുന്നു. ആ ഫോട്ടോയ്ക്ക് ഒരു വിശ്വാസ്യത കൂടിയല്ലോ. സ്വാഭാവികമായിട്ട് AI ഫോട്ടോ ആണ്, AI നിർമ്മിത ഫോട്ടോ, ആ രീതിയിലൊരു ഫാക്ട് ആയിട്ട് അവതരിപ്പിച്ചത് കൊണ്ടായിരിക്കണം. എന്തായാലും വീട്ടിൽ പരിശോധന നടക്കും. വകുപ്പാണ് കലാപാഹ്വാനത്തിലുള്ള വകുപ്പാണ്. അപ്പോൾ മറ്റ് നടപടികൾ കൂടിയുണ്ട്. ഇതിൽ കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ശരി, അറസ്റ്റ്